അല്ല, അതിൽ EP-യുടെ അഭിപ്രായം എന്താണെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന്. ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അറിയാം. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നുണ്ട്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചർ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെന്റ് മാറുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും അദാനിയുടെ ഭാഗത്തു നിന്നും ഈ ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളത് അനുവദിച്ചില്ല. അവർ നല്ലൊരു ഓഫീസറാണ്, സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ ഭാഗത്തു നിന്ന്, ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രപ്പോസൽ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്നുള്ള ഒരു കാര്യമാണത്. ഈ രണ്ട് കാര്യങ്ങളെ ഈ നിലയിൽ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക്. ഒരു കാര്യം നിങ്ങൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണോ? കറക്റ്റാ, ശരിയാണ്. അത് ശരിയാണല്ലോ. അതാണല്ലോ ശൈലജ പറഞ്ഞത്. രാകേഷിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അവർ നല്ല ഓഫീസറാണ്, അവരെ മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ള സാധാരണ ഒരു കോമൺ ടോക്ക് അത്രയേ ഉള്ളൂ. അവരെ മാറ്റിയത് ബോധപൂർവമായിരിക്കും. അവർ നല്ല ഓഫീസറായിരുന്നു, സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഓഫീസറായിരുന്നു. മാറ്റി ആരെയാ വെച്ചത്? അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാകേഷ് ദീർഘകാലം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആ സന്ദർഭത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സിഇഒയുമായി അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമുള്ള ഒരു കാമ്പൊന്നും അതിനകത്തില്ല. ആരോപണമല്ല. അവര് നല്ലൊരു ഓഫീസറായിരുന്നു, അവരെ മാറ്റേണ്ട കാര്യമില്ല. മാറ്റിയത് ബോധപൂർവമാണ്. അവരുടെ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും അദാനിയുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ള നമുക്കെല്ലാം അറിയുന്നതായിട്ടുള്ള വസ്തുത പറയുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. രാകേഷ് പറഞ്ഞ ഒരു കോണ്ടക്സ് ഉണ്ടല്ലോ. രാകേഷ് പറഞ്ഞ കോണ്ടക്സ് എന്ന് പറഞ്ഞാൽ രാകേഷുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ, ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് നല്ലൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. രാജേഷ് പാർലമെന്റ് മെമ്പറായിരുന്നയാളാണ്. രാകേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. അയാൾക്ക് ഔദ്യോഗിക രംഗത്തും ഇടപെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു ഒപ്പീനിയൻ അല്ല, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അഭിപ്രായമല്ല പറഞ്ഞത്. ഇല്ല, മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാണ് ഈ ഭാഷയിലല്ലാതെ സംസാരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു നിലയിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും ദിവസത്തിനിടയിൽ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുമ്പോൾ നിശ്ചയമായിട്ടും കുറച്ചുകൂടെ ഒരു പക്വതയും അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ ഒരു ശ്രദ്ധയുമെല്ലാം ചെലുത്തേണ്ടതല്ലേ? ഇങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കാണിക്കുന്ന ആവേശത്തോടുകൂടി ഈ ബഹളമൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി സ്ഥാനം വളരെ പവിത്രവും ശ്രദ്ധേയവുമായിട്ടുള്ള സ്ഥാനമാണ്. ആ സ്ഥാനത്തിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ സ്റ്റേറ്റിന്റെ താല്പര്യം അവരുണ്ടായിരുന്ന സമയത്ത് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രം തന്നെ കണ്ടാൽ മതി. ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. നമുക്ക് ഇനി ഇത് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞത് ഉപപ്രധാനമാണെന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ രാജേഷിന്റെ മരണമുണ്ടല്ലോ, നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിലെ രാജേഷിന്റെ മരണം, അത് അതീവ ഗൌരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ
സാധാരണഗതിയിൽ 3 മുതൽ 5 വരെ ഡോക്ടർമാര് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ 5 സ്ഥലത്ത് പരിശോധന ഒരേ സമയം നടക്കുമെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരു സ്ഥലത്ത് മാത്രമാണ്, ഒരു ഡോക്ടർക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് അവിടെ എത്തുന്ന രോഗികൾക്ക് പരിശോധന കൊടുക്കാൻ സാധിക്കാതെ വന്നതിന്റെ ഭാഗമായി ഉണ്ടായ ദുരന്തമാണ് ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു കുടുംബത്തെ ഒരു നാഥനെ നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കിയിട്ടുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സീരിയസ് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ട കാര്യം.